മുമ്പിൽ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ബബിതയും വൈജയന്തിയും കൂടെ അടുക്കളയിൽ ജോലി ചെയ്യും കേട്ടോ. ആ സമയത്ത് നമ്മളെ വൈജയന്തി അടുത്ത് ബബിത പറയുന്നുണ്ട്, അമ്മ ഞങ്ങൾക്കൊക്കെ നല്ലതുപോലെ പെരുമാറിയാൽ ഞങ്ങളും തിരിച്ച് അമ്മയുടെ നല്ലതുപോലെ തന്നെ പെരുമാറത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്തടത്ത് എല്ലായിടത്തും ഞാൻ ഇങ്ങനെ പെരുമാറത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ ബബിത തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഓ അപ്പം അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ അമ്മ പെരുമാറുന്നത്? എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാനെന്ന് പറഞ്ഞാൽ അമ്മ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്നെ കാണുന്നത്, ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് തന്നെയല്ലേ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ വൈജയന്തി പറയുന്നത്, ഈ നാലെണ്ണത്തിനെ കൊണ്ട് ഞാൻ തോറ്റെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മളെ ബബിത പറയുന്നത്, നാലെണ്ണോ? അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾ 3 മക്കളല്ലേ ഉള്ളൂ, ഇനി അപ്പം ഞങ്ങളറിയാതെ അമ്മയ്ക്ക് ഇനി വേറെ മക്കളും കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ വൈജയന്തി ആണെങ്കിൽ ബബിതയെ അടിക്കാനൊക്കെ ഇട്ട് ഓട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ സ്റ്റാലി അലീനെ. അപ്പം നമ്മൾ സ്റ്റാലിൻ്റെ അടുത്താണെങ്കിൽ അലീന ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച അദ്ദേഹത്തെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അച്ഛാന്ന് വിളിക്കാൻ അനുവാദം തന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് കരയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ അലീന സ്റ്റാലിനി അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാലിനി പറയുന്നുണ്ട്, അപ്പം ഞാൻ എത്ര പോരാ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും പപ്പ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നുള്ള വിചാരിച്ച് നമ്മൾ അലീനയ്ക്ക് സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇനി എത്രയും അടുത്തടുത്ത വീഡിയോസിനകത്ത് നമ്മൾ സ്റ്റാലിനിയുടെ ഭാര്യ എൽസമ്മയുടെ എൻട്രിയൊക്കെ ഇനിയിപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടിപൊളി കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി മുമ്പോട്ടൊക്കെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.